ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ബീൻസ് കിച്ചൻ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പെപ്പർ റോസ്റ്റ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഞാനൊരു ചട്ടിയിലേക്ക് ഇടുകയാണ്. ചട്ടിയിലേക്കിട്ട് ഇതിന് ആവശ്യമായ മസാല ചേർത്ത് ബീഫിൽ പുരട്ടി വെക്കാൻ പോവുകയാണ്. ആദ്യമായി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1 സ്പൂൺ ഗരം മസാല. അത് ഗരം മസാല ഞാൻ നന്നായി ഇവിടെ മൂപ്പിച്ച് പൊടിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, മീറ്റ് മസാല ഇവിടെ ചേർത്തിട്ടുള്ള ഈസ്റ്റേൺ മീറ്റ് മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ബീഫ് പെപ്പർ റോസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇവിടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. മണത്തിന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു 3/4 സ്പൂൺ മതിയാവും, അധികം വേണ്ട. ഇനി ഇതിന് വേണ്ടിയിട്ട് കുഴയ്ക്കാൻ ആവശ്യമായ എണ്ണയും കുറച്ച് വെള്ളവും ചേർക്കുക. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം നന്നായി ബീഫിൽ പുരട്ടി ഒരു 20 മിനിറ്റോളം ഇത് മാറ്റി വച്ചേക്കാം. ഇനി നമുക്ക് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 കപ്പ് ചെറിയുള്ളിയും 1 സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇതിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ബീഫിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ബീഫും എല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഇത് മൂടി വെച്ചേക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പെപ്പർ റോസ്റ്റാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെപ്പറാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പെപ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പെപ്പർ ആഡ് ചെയ്യാൻ പോവുകയാണ്. പെപ്പർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 40 to 60 മിനിറ്റ്സ് ഇത് ചെറിയ തീയിലിട്ട് മൂടി വെച്ച് നമുക്ക് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Please like and subscribe my channel Beans Kitchen at YouTube.